1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഇന്ത്യയില് ഇംഗ്ലീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയില് അപ്പൊ കേരളത്തിൽ നമുക്കറിയാം അല്ലെ, ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇംഗ്ലീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് ബേണാഡിന്റെ ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. 1721 ആറ്റിങ്ങൽ കലാപ സമയത്ത് ബേണാഡിന്റെ ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. ഈ 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഇനി നമുക്ക് ഇതിന്റെ ഒരു സ്റ്റോറിയിലേക്ക് വരുവാണെങ്കിൽ ശ്രദ്ധിക്കുക. 1721 അഞ്ചുതെങ്ങിലെ വ്യവസായശാലയുടെ കാര്യത്തില് ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായി. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പ്രതിസന്ധി അവസ്ഥയില് ഇംഗ്ലീഷുകാര് അവരുടെ ഒരു നേതാവായിരുന്ന ഗിഫോർഡിന്റെ നേതൃത്വത്തില് ധാർഷ്ട്യപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കി. അതായത് ജനങ്ങൾക്ക് ഇത് അരോചകമായിട്ടും അവരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കുമായിട്ട് മാറി. എന്നാൽ അതേസമയം ഇംഗ്ലീഷുകാര് വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകി ആറ്റിങ്ങലിലെ റാണിയെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രദേശങ്ങളിൽ ഭരണം നടത്തിയിരുന്ന പിള്ളമാര് റാണിക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ തങ്ങൾ മുഖേന കൊടുത്താൽ മതിയെന്ന് ഇംഗ്ലീഷുകാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഗിഫോർഡ് അത് നിരസിച്ചു. മാത്രവുമല്ല 140 പേരടങ്ങുന്ന ഒരു സംഘവുമായിട്ട് ഗിഫോർഡ് റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായിട്ട് പുറപ്പെട്ടു. തീർച്ചയായിട്ടും എന്ത് ചെയ്തു, അവിടുത്തെ ജനങ്ങള് രോഷാകുലരായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബലപ്രയോഗമൊക്കെ നടന്നു. ആ ബലപ്രയോഗത്തില് അതിലുണ്ടായിരുന്ന ഇംഗ്ലീഷുകാര് സമ്മാനം കൊടുക്കാൻ പോകുന്ന സംഘത്തിലുണ്ടായിരുന്ന 140 പേരടങ്ങുന്ന സംഘവുമായിട്ട് പുറപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. അവരെ എല്ലാവരും എന്ത് ചെയ്തു, അവിടുത്തെ ജനങ്ങളങ്ങ് കൊന്നുകളഞ്ഞു, ആക്രമണത്തിന് വിധേയമാക്കി കൊന്നുകളഞ്ഞു. ഈ സംഭവം നടക്കുന്നത് 1721 ഏപ്രിൽ 15 ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെട്ടത്. അപ്പൊ ഓർത്തു വയ്ക്കുക, ആറ്റിങ്ങൽ കലാപം നിങ്ങളോട് പേസ് ചോദിക്കുമ്പോൾ വർഷം മാത്രമായിട്ടും ചോദിക്കാറുണ്ട്, വർഷം വിത്ത് ഡേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. സോ എങ്ങനെ ചോദിച്ചാലും വരണം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഈ ഒരു ആക്രമണത്തിന് ശേഷം കലാപകാരികള് അഞ്ചുതെങ്ങിൽ ചെന്ന് കോട്ട പണഞ്ഞു. ആ ഒരു ഉപരോധം ഏതാണ്ട് 6 മാസത്തോളം നീണ്ടു നിന്നു. തലശ്ശേരിയിൽ നിന്ന് ഇംഗ്ലീഷുകാരുടെ അവരുടെ സേനയെ അയച്ചതിനെ തുടർന്നിട്ടാണ് എന്ത് ചെയ്തത്, കലാപകാരികള് ഉപരോധം പിൻവലിച്ചു മാറുന്നത്. അതിന് ഈ ആറ്റിങ്ങലില് ഇവർക്കുണ്ടായ ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തിൽ ഇവർക്കുണ്ടായ ഒരു നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടു. അപ്പൊ ആ കരാറ് പ്രകാരം പറഞ്ഞത് ആറ്റിങ്ങൽ അവർക്കുണ്ടായ നഷ്ടം പരിഹരിക്കണം. അതായത് ഉണ്ടായിട്ടുള്ള എല്ലാ രീതിയിലുള്ള നഷ്ടവും ആറ്റിങ്ങൽ റാണി പരിഹരിക്കണം എന്നുള്ളതായിരുന്നു കരാറിലെ ഒരു വ്യവസ്ഥ. മറ്റൊരു വ്യവസ്ഥ എന്ന് പറഞ്ഞാല് തങ്ങൾക്കിഷ്ടമുള്ളിടത്തെല്ലാം കുരുമുളകിന്റെ കുരുമുളക് ആണല്ലോ മെയിനായിട്ട് അങ്ങോട്ട് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കുരുമുളകിന്റെ കയറ്റുമതിക്ക് വേണ്ടിയിട്ട് അവർക്കിഷ്ടമുള്ളിടത്തെല്ലാം വ്യവസായശാലകൾ സ്ഥാപിക്കാനുള്ള അനുവാദവും നൽകണം. അല്ലെങ്കിൽ അവർ വ്യവസായശാലകൾ സ്ഥാപിക്കും എന്നുള്ളതും തങ്ങൾക്കിഷ്ടമുള്ളിടത്തുള്ള വ്യവസായശാലകൾ സ്ഥാപിക്കും എന്നുള്ളതും ഈ ഒരു കരാറിലെ വ്യവസ്ഥയായിരുന്നു. അപ്പൊ ആറ്റിങ്ങൽ കലാപം ഇംഗ്ലീഷുകാരുടെ സൈഡിൽ നോക്കുമ്പോൾ അവർക്കൊരു നഷ്ടമായിരുന്നു, അല്ലെങ്കിൽ പരാജയമായിരുന്നു. സോ പരാജയത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്ത ആറ്റിങ്ങൽ റാണിയുമായിട്ട് ഇപ്രകാരം ഒരു കരാറില് ഏർപ്പെട്ടത്. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറിലെ രാജാവും തമ്മിൽ ഔപചാരികമായിട്ടൊരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ആ ഉടമ്പടി അറിയപ്പെടുന്നതാണ് വേനാട് ഉടമ്പടി. PS നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വേനാട് ഉടമ്പടിയുടെ വർഷം 1723 വേനാട് ഉടമ്പടി. അപ്പോൾ ഓർത്തു വെക്കുക, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് തിരുവിതാംകൂർ രാജാവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേനാട് ഉടമ്പടി. 1723 വേനാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. ഇപ്പൊ വേനാട് ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവിന്റെ ചെലവില്, അതായത് തിരുവിതാംകൂറിന്റെ സ്വന്തം ചെലവില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് കുളച്ചിലില് ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് ഏറ്റു. അപ്പൊ അതാണ് വേനാട് ഉടമ്പടിയിലെ ഒരു കാര്യം. അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് കുളച്ചിലില് ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് ഏറ്റു വേനാട് ഉടമ്പടി. ഈ വേനാട് ഉടമ്പടിയില് തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് അതിൽ ഒപ്പുവെച്ചത് തിരുവിതാംകൂറിന്റെ യുവരാജാവായിരുന്ന
മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധീകരിച്ച് അതിൽ ഒപ്പുവെച്ചത് അഞ്ചുതെങ്ങിലെ കമാൻഡറായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ഓമും തമ്മിലായിരുന്നു. അപ്പോൾ PS ചോദിക്കാം, 1723 വേനാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലായിരുന്നു 1723 വേനാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. വേനാട് ഉടമ്പടിയിലെ വ്യവസ്ഥ എന്തായിരുന്നു? കുളച്ചലില് ഇംഗ്ലീഷുകാർക്ക് ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്നുള്ളതായിരുന്നു അതിലെ ഒരു വ്യവസ്ഥ. വേനാട് ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് മറ്റൊരു രീതിയിൽ ചോദ്യം പ്രതീക്ഷിക്കാം. അതിതാണ്, ഒരു ഭാരതീയ രാജാവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടത്തിയ ആദ്യത്തെ ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വേനാട് ഉടമ്പടിയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലായിരുന്നു ആ ഒരു വേനാട് ഉടമ്പടിയുടെ വേനാട് ഉടമ്പടി അല്ലെങ്കിൽ വേനാട് കരാറ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ 1723 ഓഗസ്റ്റില് അലക്സാണ്ടർ ഓം രാജാവിനെ രേഖാമൂലം അറിയിച്ചൊരു കാര്യമുണ്ട്. അതായത് അവിടെ ഉണ്ടായിരുന്ന പിള്ളമാരെയും മാരമ്മമാരെയും അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങളും നൽകാമെന്നും 1723 ഓഗസ്റ്റില് അലക്സാണ്ടർ ഓം രേഖാമൂലം തിരുവിതാംകൂർ രാജാവിനെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒരു സൗഹൃദ ബന്ധം ഉറച്ചു വരികയാണ് ചെയ്യുന്നത്. 1726 ആറ്റിങ്ങൽ റാണി ഇടവായില് ഇംഗ്ലീഷുകാർക്ക് ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള സ്ഥലം കൊടുക്കുകയുണ്ടായി. പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഇംഗ്ലീഷുകാരും അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒരു സൗഹൃദം വികസിച്ചു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം വിത്ത് ഡേറ്റ് പഠിക്കണം. 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേനാടിന്റെ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ആദിത്യവർമ്മയാണ്. ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നമ്മുടെ തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ചോദിച്ചാൽ 1723 വേനാട് ഉടമ്പടി. വേനാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ്. അതുപോലെ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ ഗിഫോർഡാണ്. ഞാൻ പറഞ്ഞു, ഗിഫോർഡ് 140 ആൾക്കാരടങ്ങുന്ന സംഘവുമായിട്ട് റാണിക്ക് പ്രസന്റേഷൻ കൊടുക്കാൻ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കൊല്ലപ്പെടുന്നത് അല്ലെ? ഇപ്പൊ ഗിഫോർഡ് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം. ഒരു ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഒരു ഭാരതീയ രാജാവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ആദ്യത്തെ കരാർ ചോദിച്ചാൽ വേനാട് ഉടമ്പടി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആറ്റിങ്ങൽ കലാപത്തിൽ പഠിക്കാനുള്ള. വൃത്തിയായിട്ട് പഠിക്കുക. താങ്ക് യു.